ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ദേവയാനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ അവരുടെ സങ്കടങ്ങളൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യയും അഭിയും കൂടെ വരുന്നത്. അപ്പം നവ്യ നയനയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഏട്ടൻ വിളിച്ചോടി? അപ്പോൾ ആകെ വിഷമത്തിലിരിക്കുന്ന നയന ഇല്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പം തന്നെ ദേവയാനി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആദർശ് വിളിച്ചായിരുന്നെങ്കിൽ മോളിപ്പോൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം നവ്യ പറയുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അങ്ങേര് ചതിച്ച ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അനക്ക. അവളുടെ ബന്ധുക്കളൊക്കെ അങ്ങ് ഗൾഫിലാണല്ലോ. മിക്കവാറും അവരാരെങ്കിലും അങ്ങേരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങേര് വിളിക്കാത്തതും ഇങ്ങോട്ട് തിരികെ വരാത്തതും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകന് അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും അവിടെ ഉണ്ടാകുകയില്ല എന്ന്. ചേച്ചി ചുമ്മാ അനാവശ്യം പറയരുതെന്ന് നയനയും പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ അനാവശ്യമൊന്നുമല്ല പറഞ്ഞത്. അയാൾ ചെയ്തു വെച്ച് അയാൾ ഇതൊക്കെ അനുഭവിക്കണം. അതിനുള്ള യോഗ്യതയൊക്കെ അയാൾക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ നീ അറിയാത്ത ഒരുപാട് സത്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനങ്ങ് വിളിച്ച് പറയണോ വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജലജ ഇങ്ങനെ നവ്യോട് പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ പറയുന്നേ? അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെ നടക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താ അയാൾ ഇതുവരെ വിളിക്കാത്തത്? ഇവളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നയാളല്ലേ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും, അതുകൊണ്ടാണ് അയാൾ വിളിക്കാത്തത്. ഇതിവിടെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ദേവയാനി ജലജയോട്, നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി അടുക്കള ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആകെ ടെൻഷനായിട്ട് ജലജ പിന്നാലെയും പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി വിളിച്ചാൽ എന്തെങ്കിലും പണി കൊടുക്കാനായിരിക്കുമെന്ന് ജലജയ്ക്ക് നന്നായി അറിയാമല്ലോ. അന്നേരം നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ അവർ വിളിക്കുമ്പോൾ നിന്റെ അമ്മ അവർ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? അതിൻ്റെ ആവശ്യം നിന്റെ അമ്മയ്ക്കുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. ഇവൻ്റെ അമ്മയുടെ ഏട്ടത്തെയാണ് ആ അമ്മ. അപ്പോൾ അവർ വിളിച്ചാൽ പോവുകയും അവർ പറയുന്നത് അനുസരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഒരേട്ടത്തി, അവർ ആ രീതിയിലാണല്ലോ എല്ലാവരെയും കാണുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട്, നീ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, അയാൾ നിന്നെ വിളിക്കത്തൊന്നുമില്ല. നീ കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും അയാൾക്ക് നിന്നോടില്ല. നിനക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതിന് ഇവനല്ല എൻ്റെ ആദർശേട്ടൻ. നവ്യ പറയുകയാണ്, അതെ, ഇവനല്ല നിൻ്റെ ആദർശേട്ടൻ. ഇവനേക്കാൾ താഴെയാണ് അയാളുടെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നയന ഇപ്പോൾ ദേഷ്യത്തോടെ അബിയെ ഇങ്ങനെ നോക്കും. അപ്പോൾ അബി, എന്തിനാ നവ്യെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? വാ, നമുക്കും പോകാം എന്നും പറഞ്ഞ് നവ്യെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നയനെ ആകെ വിഷമത്തിലിരിക്കുന്നത് കാണിക്കുന്നത്. അങ്ങനെ അടുക്കള ഭാഗത്തേക്ക് പോയ ജലജയും ദേവയാനിയും കൂടെ കാണിക്കുന്നുണ്ട്. ദേവയാനി ജലജയോട് പറയുന്നുണ്ട്, നിൻ്റെ മരുമകളെ എൻ്റെ മകനെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതിന് അവൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ അമ്മായി, അതുകൊണ്ട് അറിയില്ലല്ലോ ഏട്ടത്തി, അതുകൊണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, സത്യങ്ങളെല്ലാം നീയും അറിയുന്നത് വരെ അവരുടെ കൂടെ കൂടി എൻ്റെ മകനെ നീയും കുറ്റപ്പെടുത്തുവല്ലായിരുന്നോ? അതുപോലെ ഞാൻ നവ്യോടും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയട്ടെ, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമായിക്കോളൂ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ ഏട്ടത്തി, അതൊന്നും വേണ്ട, അവളൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവൾ അതൊന്നും അറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ മകനും മര്യാദയ്ക്കിരിക്കണം. അത് നിങ്ങൾ ചെയ്യുകയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാനും ചെയ്യും. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ട്, കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ പാത്രങ്ങൾ മൊത്തം നീ കഴുകി വെക്കണം. അതുപോലെ ഈ വീട് മൊത്തം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം. ഇത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിലും ജലജ പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ ചെയ്തോളാമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീടാണിത്. ഈ വീട് നിന്നെക്കൊണ്ട് തന്നെ ഞാൻ അടിച്ചു വാരി തുടപ്പിക്കും. ഇനി ഇവിടെ വേലക്കാരിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇവിടുത്തെ പല ജോലികളും നീ തന്നെ ചെയ്യേണ്ടി വരും. നിനക്കും നിൻ്റെ മകനും ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും അവരെ ഇട്ട് ചൊറിയാനും തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് പറമ്പിലെ തെങ്ങിനെ തടവെടുപ്പിച്ചെന്ന് വരെ ഇരിക്കും. അവനും ഇനി അതൊക്കെ ചെയ്ത് ശീലിക്കട്ടെ. ഞാൻ പറയുന്നതെല്ലാം രണ്ടെണ്ണം അനുസരിച്ചോണം. ഇല്ല എങ്കിൽ രണ്ടിനെ അടിച്ച് ഞാൻ പുറത്താക്കും.
ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ മകനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോക്കോ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനി എന്തായാലും എൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ജലജ പോടി എന്ന് പറയുന്നുണ്ട്. ഇത് ദേവയാനി കേട്ട് തിരിഞ്ഞു നിന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്താടി പറഞ്ഞത്? ഒന്നുമില്ല ഏട്ടത്തി, ഞാനൊന്നും പറഞ്ഞില്ല. നീ ഇപ്പോൾ പൊടി എന്ന് പറയുന്നത് ഞാൻ കേട്ടല്ലോ. അയ്യോ ഏട്ടത്തി, പൊടിയെന്നല്ല, ഇവിടെ നിറച്ച് പൊടിയാന്നാ പറഞ്ഞത്. കണ്ടില്ലേ പൊടിയ? അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞ പൊടി മൊത്തം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന്, ഇവിടെ മൊത്തം ക്ലീൻ ആയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ്. ദേഷ്യവും സങ്കടവും എല്ലാം സഹിക്കാൻ വയ്യാതെ കടിച്ചമർത്തി നിൽക്കുന്ന ജലജയാണ് പിന്നെ കാണിക്കുന്നത്. ഈ സമയത്ത് അബി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അനാമികേനെ വേണുവിനെ അറിയിക്കണമല്ലോ, അതുകൊണ്ട് അബി അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ടുണ്ട്. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേണുവിനും അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അവൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മൂർത്തി ജ്വല്ലറിക്കും ആ കുടുംബത്തിനും ഒന്നിനു പുറകെ ഒന്നായി തകർച്ച വരുന്നത് അവർ ആസ്വദിക്കുന്നുണ്ട്. അനാമിക അബിയോട് പറയുന്നുണ്ട്, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞു പോകുമെന്നും പറഞ്ഞ് അവളെ ഇതൊന്നും അറിയിക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നത്? അവളെ ഇതൊക്കെ അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേണുവും പറയുന്നുണ്ട്, ഇതൊക്കെ അവൾ അറിയണം, അവൾ അറിഞ്ഞാലേ ബാക്കിയുള്ള പൂരം നമുക്ക് കാണാൻ പറ്റൂ. അന്നേരം അബി പറയുന്നുണ്ട്, അത് അവരെ അറിയിക്കണം, അതിനുള്ള പണി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇനി മൂർത്തി ജ്വല്ലറിയുടെ പതനം ആരംഭിക്കുകയാണ്. അത് ഞാൻ കാണും. ആ പതനം എൻ്റെ കൺമുൻപിൽ ഞാൻ കാണും. അതിൻ്റെ ആദ്യ ചുവടായിട്ടാണ് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായ AM ജ്വല്ലറിയുടെ പരസ്യത്തിന് നബി അഭിനയിച്ചത് തന്നെ. അവൾക്ക് അതിനുവേണ്ട എല്ലാ പിന്തുണയും ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ കൊടുക്കുന്നുണ്ട്. ഏതായാലും അവൾ ആ പരസ്യത്തിൽ അഭിനയിച്ചതോടുകൂടി അവൾക്ക് ഒരുപാട് ഡിമാൻഡായിട്ടുണ്ട്. അവളെ പലരും മോഡലിങ്ങിനായിട്ട് വിളിക്കുന്നുമുണ്ട്. ഏത് തരത്തിലുള്ള വേഷം ചെയ്യാനും അവളിപ്പോൾ തയ്യാറുമാണ്. എന്തായാലും അതിനെല്ലാം ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടും അനന്തപുരി തറവാടിന് നാണക്കേടുണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും. അന്നേരം വേണു പറയും, ഇന്നത്തെ കാലത്ത് ഈ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നത് വലിയ കാര്യമാണോ? അതൊക്കെ നല്ലതല്ലേ? അപ്പോൾ അനാമിക്കാൻ പറയുന്നുണ്ട്, എന്തിന്? അവളുടെ അനിയത്തി അവിടുത്തെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ? അപ്പോൾ പിന്നെ അവളുടെ ചേച്ചിക്ക് ഒരു മോഡലായാൽ എന്താ ഇത്ര കുഴപ്പം? എന്നെ ആരും മോഡലിങ്ങിന് വിളിക്കുന്നില്ല അല്ലേ, ഞാനും പോയേനെ എന്നിങ്ങനെ അനഘ പറയുകയാണ്. അനാമിക പറയുകയാണ്. എന്തായാലും അബീനെ ഒന്നുകൂടെ തിളപ്പിച്ച് വിടുന്നുണ്ട് അവർ. ഈ കാര്യങ്ങളൊക്കെ ആ വീട്ടിലുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ അതിനൊരു ഇതില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ രീതിയിൽ ഇളക്കി വിടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർ അറിയട്ടെ, അത് എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ നെഞ്ചത്തടിച്ച് കരയട്ടെ, അതൊക്കെ നമുക്ക് കാണണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തായാലും 1-2 മണിക്കൂറിനുള്ളിൽ അനന്തപുരിയിലുള്ളവരെല്ലാവരും തന്നെ ഈ വിവരം അറിയും. അവിടുന്ന് ഒരു മരണവാർത്ത കേൾക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. അവൻ പോയതിനു ശേഷം വീണ്ടും അനാമികയും കൂടെ പറയുകയാണ്, എന്തായാലും നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ഇനി അനന്തപുരിക്കാരും അനുഭവിക്കേണ്ട. നമ്മൾ പുകയുന്ന പോലെ ഇനി അനന്തപുരിയും പുകയും. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന അബി അവൻ്റെ കൂട്ടുകാരനെ, ഗൾഫിലുള്ള കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശ് അവിടെ ജയിലിലായവരും ഇതുവരെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അത് അറിയാത്തടത്തോളം കാലം ഇവിടെ ഒരു അനക്കവും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് സാരമില്ല, എത്രയും പെട്ടെന്ന് ഞാനത് അവിടെ അറിയിച്ചോളാം. ആദർശിൻ്റെ വൈഫിനെ തന്നെ വിളിച്ച് വിവരം ഞാൻ അറിയിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അനന്തപുരി ഒരു മരണ വീടാകുന്നത് എനിക്ക് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് അയാൾ ഫോൺ വെക്കുന്നുണ്ട്. ഈ സമയത്ത് അനന്തപുരിയിൽ നയന ഫോൺ താഴെ വെക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ ഫോണിൽ നോക്കി കുറച്ചു നേരം നിന്നതിന് ശേഷം അത് ആ ടേബിളിൽ വെച്ച് ആ കട്ടിലിട്ട് ഇരിക്കുന്ന അതേ സമയത്ത് ആ ഫോൺ റിങ് ചെയ്യുകയാണ്. പെട്ടെന്ന് നയന ഫോൺ കയ്യിലെടുക്കുന്നുണ്ട്. ഇത് ഗൾഫ് നമ്പറാണല്ലോ, ആദർശേട്ടനായിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്ത പാടെ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, ആദർശിൻ്റെ ഭാര്യയല്ലേ, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, ആദർശ് ഇവിടുത്തെ ജയിലിലാണ് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ടാവുന്നുമുണ്ട്. ഇത് കേട്ട ഉടനെ നയനയാകെ ടെൻഷൻ ആകുന്നുണ്ട്. തിരിച്ച് ഹലോ ഹലോ എന്നൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഒരു അനക്കമില്ല. പെട്ടെന്ന് അവൾ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നേരെ മുത്തശ്ശൻ്റെ ഇരിക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ഒരു വിവരം അറിഞ്ഞു, ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണെന്ന്.
ഇത് സത്യമാണോ? ആദർശേട്ടൻ അവിടുത്തെ ജയിലിലാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ടെൻഷനൊന്നും മുത്തശ്ശൻ്റെ മുഖത്ത് കാണുന്നില്ല. മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട്, മോളെ നീ ഇതൊന്നും പേടിക്കേണ്ട, നിന്നെ ടെൻഷനാക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞതായിരിക്കും. അങ്ങനെയല്ല മുത്തശ്ശ, ഇതിലെന്തോ സത്യമുണ്ട്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആദർശേട്ടൻ ഇതിനു മുമ്പ് എന്നെ വിളിച്ചേനെ. ആദർശേട്ടൻ പോയിട്ട് ഇത്രയും നേരമായില്ലേ? എത്ര നേരം കൊണ്ട് നമ്മൾ ശ്രമിക്കുക, ഇതുവരെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല, എൻ്റെ കോളൊന്ന് എടുക്കുക പോലും ചെയ്തിട്ടില്ല. അവിടെ ആദർശേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. മുത്തശ്ശന് സ്വാധീനം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ നിയമം ഭയങ്കര കടുപ്പമുള്ളതാണ്. ആദർശേട്ടനെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കാകെ പേടിയാവുന്നുണ്ട്. മോൾ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? എനിക്ക് അറിയാത്ത നാടല്ല അത്, ഒരു കുഴപ്പവും സംഭവിക്കുകയല്ല. എന്താ വേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് മോൾ വിഷമിക്കാതെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നയന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന നയന നേരെ ചെല്ലുന്നത് അജയൻ്റെയും ജയൻ്റെയും അരികിലേക്കാണ്. അവിടെ ജയനും അജയനും തമ്മിൽ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആദർശനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നും ഇനി ഒരിക്കലും ആദർശനെ ഗൾഫിലേക്ക് ഞാൻ വിടില്ല എന്നും ജയൻ പറയുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് ഗൾഫിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട്ട് സമ്മതിക്കുന്നുമില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ആദർശം ഇപ്പോൾ ജയിലിലായി, ഇനി നമ്മളൂടെ പോയി നമ്മളും അതിൽ പെടണ്ട എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞേക്കുന്നത്. ഈ സമയത്ത് നയന അങ്ങോട്ട് വരും. നയന ചോദിക്കുന്നുണ്ട് അവരോട്, നിങ്ങളെല്ലാവരും ഈ കാര്യം അറിഞ്ഞായിരുന്നല്ലേ, ആദർശേട്ടൻ അവിടെ ജയിലിലാണെന്ന്, എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നത്? മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, വെറുതെ മോളെ പറഞ്ഞ് സങ്കടപ്പെടുത്തണ്ടല്ലോ എന്നോർത്താണ് പറയാതിരുന്നതെന്ന് ജയൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരും. എന്തായിട്ടാ പ്രശ്നം, ആദർശന് എന്താ പറ്റിയെന്ന്. അപ്പം നയന പറയും, അമ്മേ ആദർശേട്ടൻ അവിടുത്തെ ജയിലിലാണ്. ഇവർക്കെല്ലാം ഇതെല്ലാം അറിയാമായിരുന്നു. മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനുമൊക്കെ ഇവരാരും നമ്മളോട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അജയൻ പറയും, അതങ്ങനൊന്നും അല്ല. അപ്പോൾ ദേവേനി ചോദിക്കും, അങ്ങനെയല്ലെങ്കിൽ എന്താ ഇതുവരെ ആദർശ് വിളിക്കാത്തത്? വീട്ടിലുള്ളവർ വിഷം അറിയാത്ത ഒരാളാണോ ആദർശ്? അവന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഇതിനു മുമ്പ് വിളിച്ചേനെ. അങ്ങനെ ഇവർ പരസ്പരം ആദർശിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നയനയ്ക്ക് തലകറക്കം വരുന്നു. അജയൻ ഏട്ടത്തിന്ന് വിളിക്കുന്നു. പെട്ടെന്ന് മോളേന്ന് വിളിച്ച് ദേവയാനി നയനയെ ഒരു സെറ്റിലേക്ക് ഇരുത്തുന്നു. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ഓടി വരും. എന്താ ഏട്ടത്തി, എന്താ പറ്റിയെന്ന്? നീ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ദേവയാനി പറഞ്ഞ് ജലജയെ പറഞ്ഞു വിടും. ആ വെള്ളം മേടിച്ച് നയനയുടെ മുഖത്ത് തെളിക്കും. അപ്പോൾ ബോധം വരും. അപ്പോഴും നയന കരഞ്ഞുകൊണ്ട് ചോദിക്കും, അമ്മ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ജല ചോദിക്കും, എന്താ സംഭവിച്ചെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എൻ്റെ മകൻ അവിടെ ഗൾഫിൽ ജയിലിലാണ്, ഇപ്പം നിനക്ക് സന്തോഷം ആയോടി എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ജലജ പറയും, ഇതൊക്കെ കേട്ടാൽ ഞാൻ എങ്ങനെ ഏട്ടത്തി സന്തോഷിക്കുന്നത്? ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ ദേവയാനി പറയും, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മകൻ ജയിലിലായ എന്നറിഞ്ഞ് അതിൻ്റെ പേരിൽ നിൻ്റെ മുഖത്തൊരു ചിരി പടർന്ന പിന്നെ കരയാൻ പോകുന്നത് നീയായിരിക്കും. അപ്പം ജല ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആദർശ് അവിടെ ജയിലിലായത് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ദേവയാനി ഓരോന്നൊക്കെ പറഞ്ഞ് നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് അടുക്കളയിലേക്ക് ചെല്ലുന്ന ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവിടെ നിന്ന് ഫോൺ എടുത്ത് ജലജ അബിയെ വിളിക്കുന്നുണ്ട്. അബിയോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരും തന്നെ എല്ലാം അറിഞ്ഞിടാ, ഇവിടെ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിനുള്ളതൊക്കെ ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചത്. അമ്മ ഫോൺ വെച്ചോ, എന്തായാലും ഞാൻ അങ്ങോട്ട് വരുക എന്നിങ്ങനെ അബി പറയുന്നുണ്ട്. നീ പെട്ടെന്ന് വാട, എന്തായാലും കാണാനുള്ള കാഴ്ച തന്നെ ഇവിടെ കാണുന്നത് എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.